നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കർക്കിടക ഔഷധ കഞ്ഞിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മരുന്ന് കഞ്ഞിയുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. വലിയൊരു ബൗൾ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനൊരു മെഷറിംഗ് കപ്പാണ് അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. ആ മെഷറിംഗ് കപ്പിന് 2 കപ്പ് ഞവരേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ മെഷറിംഗ് കപ്പിന് 1 കപ്പ് ചെറുപയർ, 1 കപ്പ് മുതിര, ഇനി 1 കപ്പ് മസൂർ ദാൾ, നമ്മുടെ ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 കപ്പ് വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ്. ഇനി 1 കപ്പ് റാഗി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ആ മെഷറിംഗ് കപ്പിന് തന്നെ 1/2 കപ്പ് ഉലുവ. ഇനി 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെക്കാനുള്ള ധാന്യങ്ങളെല്ലാം നമുക്ക് 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർത്ത് വെക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആ ധാന്യങ്ങളുടെ എല്ലാം ഒരുപാട് മേളിലായിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. വെള്ളം ഒരു കാരണവശാലും കുറഞ്ഞു പോയരുത്. ഇച്ചിരി കൂടിയാലും ഒരു കുഴപ്പവുമില്ല. ഒരു 12 മണിക്കൂറോളം നമ്മളിത് കുതിർത്ത് വെച്ചിരുന്നു. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഇന്നത്തെ കഞ്ഞി വെക്കുന്നത്. ബാക്കി പകുതി മറ്റൊരു രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. എല്ലാ ദിവസവും ഒരേ രീതിയിൽ കഞ്ഞി വെച്ചാൽ നമുക്കൊരു മടുപ്പ് വരും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വെച്ചതിൽ നിന്ന് പകുതി നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സോക്ക് ചെയ്തിരുന്ന വെച്ച വെള്ളവും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പോരായ്മയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ 2-3 മെയിൻ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മുടെ ചെറിയ ജീരകം, 1 ടീസ്പൂൺ എള്ള്, ഇനി 1 ടീസ്പൂൺ അയമോദകം, ഇനി 1 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അങ്ങാടി മരുന്ന് കടയിൽ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഇന്ദുപ്പാണ്. ഒരു 1.5 ടീസ്പൂൺ ഇന്ദുപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 5 വിസിൽ വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തു. അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് റിലീസായതിനു ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പയറെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ട് ഇതൊന്നും അടിയിൽ പിടിച്ചില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1-2 സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് അടിയിൽ തിങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. അപ്പം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലേ ഇട്ട് ഇപ്പം തിളപ്പിക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ കഞ്ഞി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുകിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ 1-ാം പാലായിട്ടല്ല, 1-ാം പാലും 2-ാം പാലും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 1 ഗ്ലാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നമ്മൾ തീരെ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ചെറിയൊരു തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരു ചെറിയ തിള, 1-2 തിളയങ്ങൾ വരുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ കഞ്ഞി എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ ശരീരത്തിന് ഗുണമുള്ള ഐറ്റംസാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള കഞ്ഞികളൊക്കെ വെച്ച് കുടിക്കുക. തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്.
ഇനി ഇതിനകത്തേക്ക് നമുക്കൊരൊറ്റ സാധനം കൂടി ചേർത്തോളും, ഒരൊറ്റ ടീസ്പൂൺ നെയ്യ്. നെയ്യൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ ഈ കഞ്ഞിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ പിടിക്കാനായിട്ടാണ് നമ്മൾ ഈ നെയ്യ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. നെയ്യ് ചേർത്ത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറു ചൂടോടുകൂടെ തന്നെ ഇത് സേവിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഔഷധക്കഞ്ഞി കുടിക്കുമ്പോൾ ആ കഞ്ഞി മാത്രമായിട്ടാണ് കുടിക്കേണ്ടത്. അതിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും ചേർക്കാൻ പാടില്ല. പക്ഷേ ചിലർക്കെങ്കിലും ഇതങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട്. ഈ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു 6-7 ചുവന്നുള്ളി, ഒരു 7-8 കുരുമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളകും കുരുമുളകും ചേർത്തേക്കൊണ്ടാണ് മുളക് പൊടി 1/2 ടീസ്പൂൺ ആക്കിയത്. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 കറിവേപ്പില. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. കർക്കിടക സമയത്ത് കുടിക്കാവുന്ന വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ കഞ്ഞിയുടെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.